വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റിയായ നല്ലൊരു തേങ്ങ അരച്ച മീൻ കറിയാണ്. ഇനി ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ ഞാനിപ്പോൾ 1/2 കിലോ കേരമീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീൻ കൊണ്ടും കറി ഉണ്ടാക്കാവുന്നതാണ്. 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതുപോലെ നീളത്തിലരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് പച്ചമണം പോകാനായി 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഇതുപോലെ ഉള്ളി കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്തി ഇതുപോലെ 2 മിനിറ്റ് നേരം കൂടി വഴറ്റിയെടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തക്കാളി വേവാനായി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് വേവിക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങയുടെ പച്ചമണം പോകാൻ മാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. പച്ചത്തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് കൂടുതലാണ് ഇതുപോലെ ചെയ്യുമ്പോൾ. തേങ്ങയൊന്ന് ചെറുതായി ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതൊരു മിക്സി ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതുപോലെ നൈസായി അരച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അരപ്പൊന്ന് തിളയ്ക്കാനായി 2 മിനിറ്റ് കൂടി ഒന്ന് നമുക്ക് മൂടി വയ്ക്കണം. ഇപ്പോൾ കറി ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച 4 ചെറിയ കഷ്ണം കുടംപുളിയും മീനും കൂടിയിട്ട് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റോളം മീൻ വേവാനായി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഈ സമയം ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ചേർക്കാവുന്നതാണ്. പുളിയും പാകത്തിനുണ്ട്. ഇനി കൂടാതിരിക്കണമെങ്കിൽ നമുക്ക് പുളിയെല്ലാം ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ മീൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.